എലി വന്നേട്ടാ പോടാ അളിയ വെൽക്കം ബാക്ക് ടു എക്സാൻസ് അങ്ങനെയാണെങ്കിൽ തിരക്ക് അതിനോട് തന്നെ നോക്കിയേ മോഹൻ ചെയ്ത് ഇന്നത്തിരി വെളുത്ത കൂട്ടുണ്ടോ ഞാൻ ഉറക്കത്തെ ഒന്ന് പെരുത്തിരിക്കുകയാണ് ഒരു അനിയുണ്ടല്ലോ അളിയാ നിങ്ങൾ ആരും ഇല്ലെന്ന് പറഞ്ഞ് വാറാണെന്ന് പറഞ്ഞു അതാണ് ഞാൻ പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്തത് എപ്പത്തി ഓ വാറന്ന കൊണ്ട് കഴിഞ്ഞോളൂ അല്ല വാറില്ല എന്തിനു ചെറിയ അടി ചെറിയ എന്തിനു അടി അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കി ആരുണ്ട് വേറെ ആരുണ്ട് വേറെ എമാരൊക്കെ ഉണ്ട് ഏബലുണ്ട് പിന്നെ എസ് ആർ കെ ഉണ്ട് കണ്ണാപ്പി കത്തിപ്പോയത് നിക്കുന്നത് ടി വി കണ്ണാപ്പി കണ്ടുകൂടെ കത്തിപ്പോയത് ആന്റി വീഡിയോ സിസ്റ്റം വീഡിയോ ചെയ്ത അഴുക്ക ചെറിയ ആന്റി ഇന്ന് കേട്ടപ്പോഴത്തേക്ക് ഇവിടെ എലി വന്നേട്ടാ അല്ലെ ഒരു സെക്കൻഡ് 25 ഞാൻ കേറാം കൊച്ചിറക്കാ പുറത്തിറങ്ങ എന്നെ ഹലോ ഒന്നിലോ 9:30 അല്ലെങ്കിൽ ടർഫ് നിങ്ങളുടെ ഇഷ്ടം 10 മണിക്ക് നമുക്ക് പറ്റൂല കാരണം നമുക്ക് ടർഫിന് വേണ്ടി റെഡി ആവേണ്ട സമയം തന്തയാക്കി 2 കൂടി പോന്നോണ്ടല്ലോ എന്നിട്ട് ഹലോ സദറിന് മനസ്സിലായോ? ഇല്ല ഞാനന്ന് കംപ്ലൈന്റ് ഒന്ന് പറഞ്ഞേ ടീജനെ ഹോസ്റ്റേജ് കൊണ്ടേത് ഹോസ്റ്റേജ് കൊണ്ടേത് സാവേജ് കാരണം നിന്നെ കൊണ്ടുപോയോ? അല്ല അന്ന് പറഞ്ഞ ഓർമ്മയില്ല എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്താ എന്നെ അവിടെ ഒരു കൊമ്പന്റെ പ്രതിമ ഉണ്ട് അതിന്റെ തുമ്പിക്കൈയിട്ട് പിടിച്ചാടാൻ പറഞ്ഞു എന്നിട്ട് നീ ആടിയാ? ഇല്ല വർഷത്തിൽ ഒരിക്കലും വരുന്ന വേറാണ് റിജക്റ്റ് ആക്കല്ലേ? ഓ ഇല്ല റിജക്റ്റ് ആക്കുന്നില്ല, നമ്മൾ റിജക്റ്റ് ആക്കുന്നില്ല. പ്രശ്നമാണ് അളിയ, വലിയ പ്രശ്നമാണ്. ഒരു മിനിറ്റ് അളിയ, ഒരു സാധനം എടുത്തോണ്ട് വന്നിട്ട് ബാക്കില് അളിയ വെൽക്കം ബാക്ക് ടു എക്സാൻസ്. എല്ലാ വട്ടവും അറിയാ ഞാൻ വരുമ്പോ ഒരു പൂക്കോട്ടായിരുന്ന നീയാണ് അറിയാ. എനിക്കത്ര സ്നേഹമുള്ളൂ ഇവർ, ഇതൊക്കെ ഫേക്ക് ലവ് ഇവരുടെയൊക്കെ. ആദ്യം പറഞ്ഞോ എനിക്ക് ചന്ദ്രൻ തന്നത് ട്രീസർ അനിയത്തിലാണത്. ബൊക്കറ്റ് ബൊക്കറ്റ് എടാ എന്താ നിനക്ക്? എന്തിനാ നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യണം? നീ എന്നെ ഇങ്ങനെ സൂര്യ മൊത്തത്തിൽ അടിച്ചുപോയി. അല്ല സെറ്റായി സെറ്റായി. എന്ത് കിട്ടിയാന്നാണ്? ഒരു ഫോൺ കിട്ടി. ഡോക്യുമെന്റാ? ആരെ ഡോക്യുമെന്റ്? പഴം കിട്ടിയൊരു അളിയ ബാബു എന്നാണ് ഇന്നലെ പിത്തളഞ്ചേരി ചത്ത ശവം കൊണ്ട്. അതെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ, വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നാ എന്നാണ് അറിഞ്ഞത്. ഇന്ന് വരില്ല, നാളെ നാളെ വരല്ലേ? ഞാൻ വല്ല പിള്ളേരെ തല്ല ചെടിച്ചു തരുവേ, അതാണ് അവന്റെ പ്രത്യേകത.
അതെയാ സരക്കേ ആ പൂണ്ടിരാജല്ലേ ഇത് നിന്റെ അച്ഛൻ ഞാൻ പറയില്ല ഏത് രാജ്യം ഇത് കേട്ടാ അതെയാ സരക്കേ നീ വല്ല ഓൾഡേജ് ഹോമും തുറക്കുന്നുണ്ടാ നിനക്കാണ് അല്ല ഈ അമ്മൂമ്മമാരെ വിളിക്കുന്ന അച്ചാച്ചാ പല്ലു പറിക്കാം നീ വിളിച്ചാ ഞാൻ പോവാണ് അണ്ണ കാണാൻ ഇവിടെ വേണ്ട നമുക്ക് ഇപ്പോ അലീനെ കുഴപ്പമില്ല എലീനെ ഒന്ന് വലിയ കുഴപ്പം മനസ്സിലായോ വന്നപ്പോ കളിയാക്കൽ വണ്ടി കയറ്റി കൊണ്ടുപോവാ വണ്ടി കയറ്റി ട്രിപ്പ് വണ്ടി ഇട് തയ്യാറായി ലോക്ക് മലയാളം ഒന്ന് പോലും പറയാറുണ്ടാത്ത ചന്ദ്ര ഡൗൺഫോൾ തമിഴ്നാട്ടിലാണ് മറ്റേ വോട്ടൊക്കെ ഇടാൻ സംഭവം അവിടെ പെൻഷൻ ബാക്കിൽ വെച്ചതാണോ നിന്റെ അച്ഛൻ മറ്റേ നീ വാർക്കല പല്ലൂരിപ്പോ പുണ്ടരാജു കേറാ പുണ്ടരാജു എടാ ചന്ദ്രന് ഞാന് വാറ്റ് എലി അലീന പിന്നെ ആരാണ് ജോലി കേൾക്കോ നിങ്ങള് രണ്ടുപേരും ക്യാരി അടി കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് സമാധാനം ഭയങ്കര തിരക്ക് അതാണ് ഞാൻ എടുക്കാം തോളിക്കൂടെ പിന്നെ തമിഴ്നാട്ടിൽ തന്തയുള്ളവന്റെ തോളി കയറാപ്പ ഞാൻ തമിഴ്നാട്ടിൽ സൂര്യ നിന്നെ പറഞ്ഞേട്ടാ ഒരു തന്തയുണ്ട് സൂര്യ നിന്നെ തമിഴ്നാട്ടിൽ വേണോ നിന്നെ എന്നാ പൊക്കോ സന്തോഷത്തോടെ വിടൂല്ല നീ മറ്റേ ടോട്ട് പാലില് 1 2 3 100 അടിച്ചിട്ട് അച്ഛന്റെ പേര് അത് കൊള്ളത്തില്ലേ അത് കൊള്ളത്തില്ലേ എന്തൊരു അളിയാ ഗോകു ആ ചെളി എന്റെ മുഖത്താണ് ഇതറിച്ചത് ആ ബാസ് ഒന്ന് ശകലം കുറയ്ക്കാൻ അളിയ എല്ലാം ശരിയായില്ലേ അപ്പൊ ഇനി സിറ്റി കാണില്ലല്ലോ ദിവസം ഗോകു സിറ്റിൽ കാണില്ലേ ഇനി ഗോകു പിന്നില്ലാണ്ട് പിന്നല്ല അളിയ പിന്നല്ല ബാക്കി ഇച്ചായ നോക്കിയോളൂ അല്ലീന ഇത് എന്താ ഡ്രസ് മനസ്സിലായോ കണ്ട് റൈഡർ ജാക്കറ്റ് ഓ അപ്പൊ വന്ന് പഴയ യമഹ റൈഡർ தெரியாதா അതാ മുഴുമാർത്താണ്ട വർമ്മയുടെ വലിയ അവാർഡൊക്കെ മേടിച്ചിട്ടുണ്ട് അലീനെ പറഞ്ഞു കൊടുത്തിട്ടില്ല കുറച്ച് പയ്യന് അതെ അപ്പൊ നീ എന്റെ മോല്ല നല്ല നാറ്റം മുടിക്ക് നല്ല നാറ്റം മുടിക്ക് നല്ല മാറ്റം കുറച്ചേരം കൈ പിടിച്ചിരിക്കുക ഇങ്ങനെ എലി നമ്മളിതിന്റെ സ്കൂളിലോട്ട് അങ്ങോട്ട് വരാൻ ഒന്ന് സ്കൂളൊക്കെ നമുക്കൊന്ന് കാണാം അടുത്ത് ഒരു പ്ലോട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഉടനെ സ്കൂള് നിങ്ങൾ അടയ്ക്കാൻ പോകണം ഉടനെ ബാബുവിനെ മാറത്തെ മലയാളം ടീച്ചറായിട്ട് എടുത്തു പറഞ്ഞിട്ട് അതെ പുണ്ടരാജ് മരിച്ചേ ഓരോരോ രണ്ട് വാണിങ്ങ അടുത്തേല് ഞാൻ പോവേ അടുത്തേല് നീ തീർന്നു കഴിഞ്ഞാ ഗോകു ഞാൻ കത്തിപ്പോവും പറട്ടെ
ഇത് ആറ് നിക്കർ നിന്റെ തോളത്ത് കിടക്കുന്നത് എലി സത്യം പറഞ്ഞു കഴിഞ്ഞാ എലി നീ എന്നെ നിക്കരുത് കൈ എലി സത്യം പറഞ്ഞപ്പോ അയ്യോ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അതല്ല ഉദ്ദേശിച്ചത് അതല്ല ഉദ്ദേശിച്ചത് എലി സിറ്റിയില് ഇപ്പൊ എലി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരെയാണ്? വാസമുണ്ടോ അല്ലാണ്ട് പിന്നെ അല്ല അതാ എലി നിൽക്കുന്നവരൊക്കെ മരിച്ചുപോയി ഇവിടെ അത്രയല്ലേ ഇപ്പൊ ഇരിക്കുന്നത്. അച്ഛനുണ്ടായിരുന്നു 80 വെള്ളി സിറ്റിയിലെ ഒരാളല്ല അത് വലിയ എലി അല്ല ഞാൻ കാര്യം പറയാൻ വരെയായിരുന്നു. എലിയുടെ അച്ഛനില്ലേ? അച്ഛനില്ല നടക്കുന്ന അച്ഛനില്ല. അത് കണ്ടാലറിയാം. എലി വാസമായിരുന്നു കാര്യം മറന്നുപോയി. വളർത്തച്ഛന്റെ പേരെന്തായിരുന്നു? വളർത്തച്ഛന്റെ പേരെന്തായിരുന്നു എലി? മാർഷൽ മെന്നിയാ. അങ്ങനെ കൊറേ എലിയുടെ വളർത്തച്ഛന് പെട്ടെന്ന് എലി ഇപ്പൊ കാണേണ്ടി വന്നുള്ള എലിയുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും? അതെന്തിനാ തുപ്പി തരണേ? ആ ബബിൾക്കോണോ ഭയങ്കര എന്തിനാ ഇങ്ങനത്തെ നിലവാരം കുറെ സാധനങ്ങളൊക്കെ അടിക്കുന്ന ഗോകു. ഏതെങ്കിലും സമാധാനമുള്ള സ്ഥലത്ത് ആളെ എന്നെ പമ്പ് വരുന്നത് ഏറ്റവും സമാധാനം പോടാ. എന്റെ പമ്പാണ് ഏറ്റവും സമാധാന സ്ഥലം. അതാണ് അവിടെ ഇപ്പൊ ആൾക്കാരില്ലല്ലോ. സ്കൂളിൽ പോണോ? സ്കൂളിൽ പോണോ? ക്യാമറമാനെ പോലെ എസ്കോർട്ട് അടിച്ച അത് ആരെയാണ് എടുത്തത് അയാൾ അടുത്ത പോയി അടിച്ചു കഴിഞ്ഞാൽ മാറുന്നതാണ്. ഇങ്ങ വന്നാണ് എലി ഇങ്ങ വന്നാണ് എലിയെ ഞാൻ എസ്കോർട്ട് അടിക്കടി ഇങ്ങ വന്നാണ്. എടി ഞാൻ അറിഞ്ഞത് KVL പണ്ടത്തെ ഇട്ടിച്ചനാണ് നിന്റെ അച്ഛനാണെന്നാണല്ല എലി. ആ അല്ല അല്ല അല്ലല്ല അങ്ങനല്ല. അതാണോ ഒരു പെട്ടെന്നൊരു ഓർമ്മ. ഇവരെ വണ്ടി കയറ്റാൻ പറഞ്ഞ തെറ്റായിട്ട് തോന്നാണ് എനിക്ക്. എന്തിനൊക്കെ പറയുന്നത്? കുഴപ്പമില്ല നീ പിന്നെ കക്കൂസി കുഴപ്പമില്ല. അല്ലെ വാ ഇറങ്ങി ചന്ദ്രൻ ഇറങ്ങി. നീ പോണത് എനിക്ക് നീ അറിയത് പോണത് എനിക്ക് എന്തിനാ അറിയുന്നത്? അത് നിന്റെ അടുത്ത് കക്കൂസിന്നാ പല ആവശ്യങ്ങൾക്കും പോകളിയാ. കുളിക്കാൻ പോകും, മൂത്രം അടിക്കാൻ പോകും, എലി എല്ലാത്തിനും പോകും. സംസ്കാരം ഇല്ലാത്ത നാറിയെ പിടിച്ച് തോളിയൊന്നും ഇറങ്ങും ഇവിടെ ഗോകു ഇറങ്ങടാ. ഇറങ്ങി ഗോകു ഇറങ്ങി. എടാ ഞാൻ കാര്യം പറയട്ടെ, വാറ്റേ അവക്ക് ഇഷ്ടമല്ല കേട്ടാ. അവക്ക് ആകെ വാസുവിനെ മാത്രമാണ് തോളത്തിരുത്ത ഇഷ്ടം. ആരോട് പറയാം വലിഞ്ഞു കയറി തോളി കയറി ഇരിക്കും കുളിക്കാത്ത തുണിയിട്ടോണ്ട്. നിനക്ക് സ്കൂളിൽ ഇപ്പൊ ജോലിയൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച്. നിനക്കാണെങ്കിൽ എന്റെ പമ്പിൽ ജോലി തരാം. ചന്ദ്ര എലിക്ക് ഇപ്പൊ താല്പര്യം അതൊന്നുമല്ല. എലി ഇപ്പൊ എലിയുടെ പുതിയ പരിപാടി എന്തെന്ന് അറിയാമോ? ഞാൻ എന്റെ പുതിയ പ്ലാൻ പറഞ്ഞുതരട്ടെ. എനിക്കറിയാം. ഗോകു ഇറങ്ങണേ. അതെ കാല് കുറച്ച് വയ്യാളിയാ. ഇല്ല എന്റെ തോളിക്ക് ഇറങ്ങിയോ. എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഗേൾഫ്രണ്ട് അത് കണ്ട വാളികളൊക്കെ കയറുന്നത്. അതെ എനിക്കത് പെങ്ങളല്ല അളിയാ. എനിക്ക് സംശയമുണ്ട്. അങ്ങനെയുള്ള ഇത് അറിഞ്ഞോണ്ടല്ലോ എലി നിന്ന് കത്തുവോ സ്കൂള് സരക്കെ അണ്ണൂന്റെ കാര്യമൊക്കെ അറിഞ്ഞാ. ഇവിടുത്തെ മേയർ സ്ഥാനത്ത് നിന്ന് ഒതിയ ആള് ഇതാ മറ്റേ തോച്ചു. അതെന്തായാലും ആൾക്കാര് തോപ്പിക്കും. എന്തായാലും മത്സരിക്കാനില്ലല്ലോ. ഒറ്റ മത്സരാർത്ഥിയാണോ? അല്ല എനിക്ക് അറിഞ്ഞൂടാ. അത് അല്ല മത്സരാർത്ഥി ഒന്നേ ഉള്ളൂ. ക്വാളിഫിക്കേഷൻ എന്താ? 10ാം ക്ലാസ് ആയിരിക്കും. ക്വാളിഫിക്കേഷൻ 10. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇപ്പം ഒരു ഇരിപ്പ് വെച്ച പക്ഷേ നമ്മുടെ അടുത്താണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അവർക്ക് വൈരാഗ്യം കൂടുതൽ. അപ്പൊ തോൽക്കാനാണ് ചാൻസ് കൂടുതൽ.
സരക്കെ ഞാൻ ഒറ്റ കയ്യിലിരിക്കുന്നുണ്ടാ ഇവൻ കൊണ്ടി വലുതായോണ്ട് ഞാൻ താഴെ എഴുന്നില്ല. അവന്റെ കുണ്ടി വലുതായതുകൊണ്ടാണോ? കണ്ണ് വെക്കാൻ സാധനം അതിലും വേറെ വല്ല മരത്തിനെ വെച്ചാ മതി. കണ്ണ് വെച്ച് നോക്കി നോക്കട്ടെ. അങ്ങനല്ലേ നമ്മുടെ സിറ്റിയില് അതന്നെ ഓൾട്ട് വെച്ച് നോക്കിട്ടൊന്നും വരുന്നില്ല. ഒരു ഡോട്ട് മാത്രമേ വരുന്നുള്ളൂ. ലോക്കി ഡബ്ല്യു ഞാൻ എലിയുടെ നെറ്റിയിൽ ഒരു പൊട്ട് പൊട്ടിട്ടുണ്ട്. പേടിച്ചു. ഇത് എവിടുത്തെ സൗണ്ട് ഉള്ളതല്ലോ നോക്കണേ. എന്നെ ഒന്ന് ഇളകി ഇളകി. ദൈവമേ. ഹലോ 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 ചന്ദ്രന്റെ വണ്ടി എന്റെ അടുത്തിരിക്കുന്നു. ആരാ? ചന്ദ്രന്റെ വണ്ടി വണ്ടിയോ? ചന്ദ്രന്റെ ഓപ്പൺ ജീപ്പിൽ ആ അത് എടുത്തോ. ആരെടുത്തേ? പപ്പുവിന്റെ ഇരിക്കുന്നു. പപ്പു ആ ഓക്കെ. ഇരിക്കട്ടെ 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 ഇരിക്കട്ടെ. വരത്തില്ല അവിടെ ഇട്ടേ ഞാൻ എടുത്തോളാം. ഓടിക്കോ ഓടി. പപ്പടാ പപ്പടാ നീ ഓടിച്ചോടാ. ആ ഓക്കെ തലൂലല്ല. ഓക്കെ ഓക്കെ. ഇല്ല 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 ഇല്ല. കാണാനില്ല. പോയി ആള് പോയി. എന്നെ കണ്ട കൂളായിട്ട് തോന്നില്ല. നിന്നെ കണ്ട എന്ത്? ഹലോ കൂളായിട്ട് തോന്നില്ല എന്നെ കണ്ട. ആരാ? എന്ത്? ഒരു കേസ് ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ആ എന്ത് കേസാണ് സാർ? നിങ്ങൾ മിനാന്ന് പീടിയായപ്പോൾ ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ കട്ടുപോയിനായി. അതൊന്ന് തരണം. ഇവിടുത്തെ സാധനങ്ങൾ കുറച്ച് കട്ടുപോയിനാ? ആ കട്ടോട് കൊണ്ടേനി. അത് വേണം തിരിച്ചു തരണോ? ആ എന്തൊക്കെയാണ് കേട്ടോണ്ടോ സാർ? ഞാൻ പറയാ എവിടെയാണുള്ളത്? എല്ലാം കൊടുത്തിട്ടാണോ? ഞാൻ ഇവിടെ ഉണ്ട് സാർ. ഐ ആം കമ്മിങ്. ഓക്കെ ഓക്കെ ഓക്കെ. നീ മുണ്ടച്ചി പറഞ്ഞ എവിടെ ഞാൻ നശിപ്പിക്കുന്നു. നോക്കിയ വരട്ടിങ്. അറിയാ ഇത് ഞാൻ ആകെ കാണുന്നത് ഊട്ടിയിൽ പോകുമ്പോഴത്തേക്കും തണുപ്പ് മാമന്മാര് മാത്രം ഇട്ടിട്ട് നടക്കുന്നേ കാണുന്നത്. ഞാൻ അവസാനം ഊട്ടി പോയപ്പോഴത്തേക്ക് ലോഡ്ജിൽ ലോഡ്ജ് സെറ്റ് ആക്കി നിന്നെ ആരെല്ലാം തൂക്കിട്ടിരുന്ന അവിടെ കഴുത്തിന്? നീ നീ തൂങ്ങിയിരിക്കാൻ പോയ അതിന്റെ കഴുത്തൊന്നും കെട്ട്. പൂണ്ടിരാജ 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 ഡേ അധികം സംസാരിക്കല്ലേ. പൂണ്ടിരാജ കേട്ടെ പത്തിയ 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 പുള്ളയുടെ സെൻസ് തരീബാ. ഇപ്പൊ കാണുന്ന എങ്ങനെ ഏത് കണ്ടില്ലെന്ന് അറിയാമോടാ? മറ്റേ കണ്ടി കണ്ടില്ല കാണുന്നത് ഇപ്പൊ ഫീൽഡ് ഔട്ട് ആയ തമാശക്കാരനെ പോലെയാണ് നിന്നെ ആൾക്കാർ കാണുന്നത്. വെച്ച് കഴിഞ്ഞാൽ അലിൻ ജോസ് പേരിനെ കാട്ടി മോശമാണ് നീ. ഫോറിൻ മാമാരുണ്ട് നാട്ടിൽ ഇടക്കിടക്ക് ലീവിനൊക്കെ വരുന്നിട്ട് ഇതുപോലെ വന്ന് വീട്ടിൽ വന്ന് മിക്സർ നിന്നോണ്ട് ഡയലോഗ് അടിക്കുന്നത് ഓരോന്ന്. ഇത് ഫോറിൻ മാമൻ. പറയണ്ട ഇതൊക്കെ പറയണം. അല്ലയാ ഇത് പണിഷ്മെന്റ് എന്നല്ലേ? പണിഷ്മെന്റ് എന്ന് ഏറ്റവും കൂടുതൽ പീഡിയെ ദ്രോഹിക്കുന്നതിന്റെ അവാർഡ് കിട്ടിയതുകൊണ്ട് അവര് പറഞ്ഞ് 2 ദിവസം പീഡി കളിക്കാൻ. പീഡിയുടെ വേദനകൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് പീഡി കയറ്റി. ഓ ഇവിടുത്തെ പോലീസ് വണ്ടി എല്ലാം സേഫ് ആയിരുന്നു. നിന്റെ ഒരു ആഗ്രഹമല്ലേ? അല്ലയാ അന്നേരം ഉണ്ടല്ലോ ഈ കഴിവേറ മോല്ലേ ഇവൻ തന്നെ ഫസ്റ്റ് ദിവസം മൊത്തം തീർത്ത്. ഇവൻ എന്റെ ഫ്രണ്ട് ഇട്ടൊരു ഒരു കൊച്ചിനെ പിച്ചാത്തിക്ക് അറിഞ്ഞ് അങ്ങനെ ഈ സൂര്യ ഇവേ അഴുക്കാം. ഓ അതല്ലേ ഇവൻ തന്നെ കഴിവേറി. ഞാൻ ഇതടുത്താണല്ലോ ഇവനെ. അപ്പൊ അങ്ങനെ ഇതായിരുന്നു ഒരു ദിവസം മൊത്തം ഇവനെ ഓട്ടിച്ച്. ഇവന്റെ ഒരു പേട്ട് കാറുണ്ട്, ഒരു കൊച്ചു കാർ. അതാണെങ്കിൽ 300-400 കയറുന്ന വണ്ടിയാ. അതിനെ കാണാൻ കൂടി പറ്റില്ല കണ്ണിന്.
അഹങ്കാരം. പോലീസിന് വെല്ലുവിളി, ഞാൻ ചന്ദ്രബോസിന്റെ മോൻ, ഞാൻ പിടിയരൂല എന്നൊക്കെ പറഞ്ഞ് വൻ റോള്. ഞാനാണെങ്കിൽ പുഴുത്ത് അവിടെ ഇരുന്ന് അവരാണ് നിങ്ങളെ മോൻ ഇങ്ങനെയൊക്കെയാണ് കാണിക്കണേ, ഒന്ന് പിടിക്കണമെന്ന്. അവൻ തന്നെ ഒന്ന് കീഴടങ്ങി. അത് സംഭവം കുറച്ച് ചെറുതല്ലടാ, അപ്പൊ നമ്മള് കുറച്ച് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായി? അവൻ ഇനിയെല്ലാം കാണിച്ചാ കല്ലി കെട്ടി നേരെ ഇവിടെ പാലത്തിന് നേരെ താഴോട്ട്. സ്കൂളിൽ നിന്റെ തല എന്തിന് ഉജാലയിൽ മുക്കിയ? ഇത് ഇത്ര നീലേ, ഇത് വല്ലാത്ത നീലേ പോലെ. അങ്ങനെയാണെങ്കിൽ തിരക്ക് അനിയുടെ തല നോക്കിയേ. ക്ലോസറ്റ് തല മുക്കിയ. ഹലോ, മൂക്കേറിട്ടേക്കണ. എടാ മറ്റേ കറുപ്പ് സിനിമയുടെ സൂര്യയുടെ മൂന്നാമത്തെ റോഡ് പോലെ ഉണ്ടല്ലോടാ നീ. കഥ പറയല്ലേ. ആണല്ലേ, കണ്ടില്ലേ? ഹലോ മുസ്ലിം എന്താ ഇവിടെ? പിന്നെ ഒരു കൊച്ചിനെ കൂടെ നടക്കോ ചന്ദ്രന് മോനെ വിളിക്കാൻ. അയ്യേ പട്ടി. പറ എന്താ 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 ഇവിടെ? എന്താ ഞാന് വന്നേ എന്നോട് സൂര്യബോസ് പറഞ്ഞ ഇങ്ങോട്ട് വരാൻ. ഞാൻ റോഡിൽ കൂടെ ഒരു കൊച്ചിനെ പോണ്ട്, പോയി മോനെ വിളി. അങ്ങനെ ഈ റോഡിൽ കൂടി മാൻ പോകുമ്പോ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് തന്തയല്ല, പോയി തന്തയെ വിളിക്കേ. എന്നെ നാട്ടാറ് വിളിച്ചതാ ബോസ്. നല്ലൊരു സ്വന്തമായിട്ട് പണ്ടൊരു മാറ്റുണ്ടായിരുന്നു, അട്ടപ്പാടി മാറ്റി എന്ന് പറഞ്ഞാല് തിരിച്ച് കല്ല് പോലെ നിന്ന് പറയുന്നൊരു വാറ്റ്. കല്ല് പോലെ തോക്ക് കൊണ്ട് മറുപടി പറയുന്നൊരു വാറ്റ്. അച്ഛാ എന്നെ അച്ഛാ വിളിക്കട്ടെ, ഞാൻ എനിക്ക് പത്രം പറയാനില്ല. ഇത് താത്തു വെക്കാനായിട്ട് ഓരോരുത്തർ ചാടി കേറുമല്ലേ തോളിലാദ്യമേ. അടി ഉണ്ടാക്കല്ലേ കൊച്ചു പിള്ളേരായിട്ട് പിടിച്ചോണ്ടിരിക്കുന്നത്. ഗത ഉള്ളതുണ്ട്. ഗോകു നിനക്ക് എലിയെ പറ്റിയുള്ള അഭിപ്രായം എന്താ? നിനക്ക് എലിയെ പറ്റിയുള്ള അഭിപ്രായം എന്താ? എലി ചേച്ചിയെ പറ്റിയാലും എലിയെ പറ്റിയ എലി ചേച്ചി എന്താ അഭിപ്രായം? നല്ലത്. എന്റെ അച്ഛനെ പറ്റി എന്താ അഭിപ്രായം? നല്ലത്. നല്ലത്. എന്നെ പറ്റി അത് കയപ്പാണ്. എടാ മുതുക്കിൽ ആരൊക്കെ ഉണ്ട്? ഒരു പച്ച വണ്ടി, 2 പേര് അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞ നോക്കിയാന്ന്.